പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയാണ്. അരി കുതിർക്കാതെ ഉഴുന്നിടാതെ ഒക്കെ ഉള്ളൊരു ദോശ. അതിലേക്ക് വേണ്ട എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1.5 കപ്പ് റവ, 1.5 കപ്പ് റവ ഇട്ടെടുത്തു. ഒരു 1/4 കപ്പ് അരിപ്പൊടി, ഒരു 1/4 കപ്പ് തൈര്, പിന്നെ അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം. അരക്കപ്പ് വെള്ളം. നമുക്കത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. റവ ഒന്ന് കുതിരട്ടെ 10 മിനിറ്റ് വയ്ക്കാം. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വലിയ സബോള ചെങ്കിൽ ഒരു വലിയ സബോള, അല്ലെങ്കിൽ ചെറുതാകുമ്പോൾ 1.5 എണ്ണം. ഇത് വഴറ്റിയിട്ട് ഇടാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പം ശരിയാക്കാതെ ചൊവ്വ എത്തിച്ച് ഒരു ഇതപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ചൂടായി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. പച്ചമുളക്, സബോള, കുറച്ച് കറിവേപ്പില. അപ്പം ഒന്ന് മൂത്ത് വരട്ടെ. അധികമൊന്നും സബോള അധികമൊന്നും മൂപ്പിക്കണ്ട. പാകത്തിൽ വഴന്ന് വന്നാൽ മതി. സബോളൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് റവ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം. മിക്സർ ജാറിലിട്ടിട്ട് നമുക്കത് അരച്ചെടുക്കാം. റവ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചിട്ട് വരാം. ഇതപ്പം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം അരയ്ക്കാൻ. ഇഡ്ഡലിയുടെ ഒക്കെ പരുവത്തിൽ. അതിലേക്ക് നമുക്ക് ഈ ഇതിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാരണം അതൊന്ന് വേർത്ത് വരാനും ഒരു സോഫ്റ്റായിട്ട് വരാനൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതല്ല. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതാ ഒരു വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ ഒഴിക്കുക. അടച്ച് വയ്ക്കുക. ഇനി ഒരു തുള്ളി എണ്ണ കുറച്ചും കൂടി വെച്ച് കൊടുക്കുക. ഇപ്പൊക്കെ എടുക്കാറും പറഞ്ഞു. ഇപ്പം ആയി വന്നിട്ടുണ്ട്. ഇനി എല്ലാതും ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. മൂടി വെച്ചിട്ട് ഇപ്പം ഇതാ നമ്മളെ ബൺദോശ റെഡിയായി. നല്ല സോഫ്റ്റായ ബൺദോശയാണ്. നമുക്കിത് ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ചട്നിയും ചമ്മന്തി ഒന്നില്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. ഞാൻ അപ്പം അതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഉണ്ടാക്കിയിട്ട് ചമ്മന്തിയോ ചട്നിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീട്ടിൽ നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ രുചി എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങളിനി വീണ്ടും വരാം.